ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് വൻപയറും അതുപോലെ തന്നെ നമ്മുടെ ചീരയും കൊണ്ട് ഒരു കിഡിലും തോരനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് വന്നാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പച്ച ചീര ഒരു കെട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 കെട്ട് വേണമെങ്കിൽ 2 കെട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു കെട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നന്നായിട്ട് കഴുകി ഒരുപാട് പ്രാവശ്യം നമ്മൾ കഴുകണം. എന്നാലാണ് അതിലത്തെ തരി മണ്ണുകളൊക്കെ പോവുള്ളൂ. കുറേ വട്ടം നമ്മൾ ഈ ചീര കഴുകണം. നമുക്ക് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചീര അവിടെ ക്ലീൻ ആക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം 2 ഉണക്കമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഈ ഉണക്കമുളക് പൊട്ടിയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ഓംലെറ്റിൻ്റെ കരിയില്ലേ അതുപോലെ അരിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അതങ്ങനെ വേണമെങ്കിൽ അതിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചീരയില്ലേ അതിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. ഇലയിൽ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്, ഉപ്പ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് അവസാനം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇല വെന്ത് കിട്ടുമല്ലോ, ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ നേരം കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കണം. അരപ്പിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് 3 വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് വേണ്ടത് ഒരു 5 ചുവന്നുള്ളിയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 പച്ചമുളകാണ്. എരിവുള്ളതാണെങ്കിൽ അതിട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് എരിവിനായിട്ട് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ലല്ലോ. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തോരൻ അരച്ചെടുക്കുന്ന പോലെ അരച്ചെടുത്തവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ നമ്മൾ ചീര വേവിക്കാൻ വേണ്ടി വെച്ചിട്ടില്ല, അത് തുറന്ന് നോക്കുക. അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് വൻപയറാണ്. ഇത് ഞാനിവിടെ കുക്കറിൽ വിസിലാക്കി വേവിച്ച് വെച്ചതാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നുള്ളു ഉപ്പും നുള്ളു മുളക് പൊടിയും, ഒരുപാട് ഇട്ടിട്ടില്ല, നുള്ളു മുളക് പൊടി അത് വേവിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അത് നമ്മൾ വിസിലാക്കി വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകരുത്. നമ്മൾ പയർ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒരു 2-3 വിസിലാക്കിയാൽ മതി കേട്ടോ. അതുപോലെ കുക്കറിനനുസരിച്ച് 2-3 വിസിലാക്കുക. ഉടഞ്ഞാണ്ട് പോകരുത്. അതിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ അവിടെ അരച്ച് വെച്ച നമ്മളെ തോരൻ്റെ അരപ്പിൽ അതിട്ട് കൊടുക്കുക കേട്ടോ. പയർ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. കാരണം ഇവിടെ കുട്ടികൾ ചീര തോരൻ വെച്ചാൽ ചീര അങ്ങനെ കഴിക്കില്ല, പക്ഷേ ഈ വൻപയർ കഴിക്കും. അപ്പോൾ ഈ വൻപയർ കൂടുതലിട്ടുണ്ട്. അപ്പോൾ ചീര കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ പയറും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ പയറിൻ്റെ ഇഷ്ടം കൊണ്ട് അതങ്ങനെ കഴിച്ചു കൂട്ടും. അല്ലാതെ തനിയെ ചീര വെച്ചിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ ഇതാകുമ്പോൾ 2 വിറ്റാമിനുള്ള ഐറ്റംസാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പ് ഓൾറെഡി കുറച്ച് ചീരയിലും അതുപോലെ പയർ വേവിക്കും ഇട്ട് കൊടുത്താണ്. ഒരുപാട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ലാസ്റ്റ് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറവുണ്ടെങ്കിൽ നമുക്ക് അപ്പിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്, അപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമേ ഒരുപാട് ഉപ്പ് ഒന്നിലും ചേർക്കാറില്ല, ലാസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ തോരൻ റെഡിയായി അത് അടച്ചു വയ്ക്കാം. നമ്മൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഞ്ഞിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ സൂപ്പർ തോരനാണ്. വെറുതെ എടുത്ത് ഇങ്ങനെ നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ചീരയാണെങ്കിലും വൻപയറാണ് നമ്മൾ തോരനും ഉപ്പേരിക്ക് വെക്കാറുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും കഞ്ഞിയുടെ കൂടെ കഴിക്കാനൊക്കെ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.